എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ഇതാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരികയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. നമുക്ക് അതിലേക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ നായ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള കാരണം ഇത് മാത്രമാണ്. നിങ്ങളെ അവിശ്വസിച്ചുകൊണ്ടാണ് ആ വ്യക്തി പോയത്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൽ, നിങ്ങൾ കാണിക്കുന്ന ഇഷ്ടത്തിൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നി. എന്തോ കാരണം കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായ ദേഷ്യമാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണമായത്. പക്ഷേ ആ വ്യക്തി തിരിച്ചു വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായി, ആ വ്യക്തിക്ക് മനോവിഷമമുണ്ടായി. ആ വ്യക്തി തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് ദേഷ്യമുള്ള ആളുകളോ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളോ പല കിംവദന്തികളും പറഞ്ഞുണ്ടാക്കി. ആ കിംവദന്തികളുടെ ഫലമായിട്ട് ആ വ്യക്തിക്ക് മനോവിഷമമുണ്ടായി. ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു ആ ദുഃഖം. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദുഃഖമാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണമായത്. ഇപ്പോൾ ആ വ്യക്തി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് അതുമൂലമാണ്. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, ഒരു കളങ്കമില്ലാതെ, ഒരു പ്രതിസന്ധി ഇല്ലാതെ സ്നേഹിച്ചു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ആ വ്യക്തിയുടെ അഹങ്കാരമോ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ചില ആളുകൾ നൽകിയ തെറ്റായ സന്ദേശമോ എന്തൊക്കെയാകാം. ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിക്കുകയും നിങ്ങളെ മോശമായി ചിത്രീകരിക്കുകയും നിങ്ങളെ അവജ്ഞയോടെ കാണുകയും അവഗണിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോടൊരു ദേഷ്യമോ സങ്കടമോ ഒന്നും കാണിച്ചില്ല. കാരണം ഇഷ്ടവും സ്നേഹവും താല്പര്യമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ ഇത്രയും ആത്മാർത്ഥമായി കാണിച്ചിട്ടും ആത്മാർത്ഥമായി പെരുമാറിയിട്ടും എന്നോട് ഇഷ്ടം കാണിക്കാതെ, സ്നേഹം കാണിക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ തടയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ട്. മനസ്സുകൊണ്ട് ആ വ്യക്തി പോകരുതെന്നും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ആ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിച്ചാലും നിൽക്കില്ലാത്ത രീതിയിലാണ് ആ വ്യക്തി പോയത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി തല കുമ്പിട്ട് തലയും താഴ്ത്തി വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നിങ്ങളുടേതുപോലുള്ള ആത്മാർത്ഥതയോ സ്നേഹമോ മറ്റാരും കാണിക്കില്ല ആ വ്യക്തിയോട്. ആ യാഥാർത്ഥ്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നീട് ആ വ്യക്തി വിശ്വസിച്ചവരുടെ യഥാർത്ഥ മുഖവും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടുമാണ് ആ വ്യക്തിയെ തിരിച്ച് വരാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മൂല്യം ആ വ്യക്തി ഇപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. അടുത്തായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്. ഒരിക്കലും പിടികിട്ടാത്തൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ. ആ വ്യക്തി നിങ്ങൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, നിങ്ങളെ സ്നേഹിച്ചില്ലായിരുന്നു. ആ വ്യക്തി കാര്യം നടക്കാൻ വേണ്ടി, ആ വ്യക്തിയുടെ ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ വ്യക്തി പുറമോടിയിലുള്ള ഇഷ്ടവും സ്നേഹവും അല്ലാതെ ഒരാത്മാർത്ഥ സ്നേഹവും നിങ്ങളോട് ഇതുവരെ കാണിച്ചിട്ടില്ല. ആ വ്യക്തിക്ക് അങ്ങനെ കാണിക്കാൻ കഴിയുകയുമില്ല ആ അവസ്ഥ വെച്ചിട്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് വെറും ബാഹ്യമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആത്മാവിൽ തൊട്ടുള്ളൊരിഷ്ടം ഇതുവരെ ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. എല്ലാവരും സ്നേഹിക്കുന്നു, ആ വ്യക്തിയും സ്നേഹിക്കുന്നു. എല്ലാവരും സംസാരിക്കുന്നു, ആ വ്യക്തിയും സംസാരിക്കുന്നു. അതല്ലാതെ നിങ്ങളെ ആ മനസ്സറിയാനോ, നിങ്ങളുടെ അവസ്ഥകൾ അറിയാനോ, നിങ്ങളുടെ ദയനീയ സ്ഥിതി അറിയാനോ, നിങ്ങളുടെ നിരപരാധിത്വം അറിയാനോ ഒന്നും ആ വ്യക്തി ശ്രമിച്ചില്ല. പലപ്പോഴും പല കാര്യങ്ങളിൽ അനാവശ്യമായി നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ വ്യക്തി പോയി. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ തൊട്ട ഒരു ആത്മാർത്ഥത ഇതുവരെ നിങ്ങളോട് കാണിച്ചിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ വ്യക്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ശരി, ഇതുവരെ ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. അത് തെറ്റായൊരു ബോധ്യമായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ മൂല്യം മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിവൈഭവമോ മാനസിക വികാസമോ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി. ഒരകൽച്ച അവിടെ ഉണ്ടായപ്പോൾ, ഒരു
ഗ്യാപ്പ് അവിടെ ഉണ്ടായപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ നിലവാരം, നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത, ആത്മാർത്ഥത, ഇതൊക്കെ ആ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് അതിപ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വരുന്നത്. തനിക്കാണ് തെറ്റുപറ്റിയത്. താൻ ചിന്തിച്ചതും മനസ്സിലാക്കിയത് ഇന്ന് വരെയുള്ളതെല്ലാം തെറ്റായിരുന്നു. ഇതുവരെ താൻ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ സത്യത്തിന് വിരുദ്ധമായിരുന്നു, നിലവാരമില്ലാത്തതായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് പെരുമാറിയിരുന്നത്, മനസ്സിലാക്കിയിരുന്നത് എന്നുള്ള ബോധ്യം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ കുറ്റബോധം ആ വ്യക്തിയുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിത് കുറച്ച് നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്ന് എനിക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ വ്യക്തി എന്നോട് കാണിച്ച ഇഷ്ടം, സ്നേഹം, സമീപനങ്ങൾ അതൊക്കെ ന്യായമുള്ളതായിരുന്നു, നിലവാരമുള്ളതായിരുന്നു എന്നുള്ള കൃത്യമായൊരു അവബോധം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ആ വ്യക്തി ആത്മാർത്ഥമായ മനസ്സോടെയാണ് തിരിച്ചു വരുന്നത്. പഴയ തെറ്റുകളെല്ലാം മാപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി ഒരു പുതിയ മനുഷ്യനായിരിക്കും, പുതിയൊരു കാഴ്ചപ്പാടായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.